സന്തോഷം എന്നത് ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വൈകാരിക തലമാണ്. അത് ജീവിതത്തിന് ഉണ്ടാക്കി തീർക്കുന്ന മാനസിക ശാരീരിക ആരോഗ്യ വശങ്ങൾ വളരെ വലുതാണ്. നമ്മുടെ എല്ലാ പെർഫോമൻസിനും അത് കാരണമാകും. നമ്മുടെ ബന്ധങ്ങൾ, നമ്മുടെ വ്യക്തിജീവിതം, നമ്മുടെ സ്ട്രെസ്സ് കുറക്കുക, മാനസിക സമ്മർദ്ദം കുറക്കുക, നമ്മുടെ ദഹന പ്രവർത്തനങ്ങൾ, എല്ലാ പ്രവർത്തനങ്ങളിലും ശാരീരികവും സാമൂഹികമായ എല്ലാത്തിനും സന്തോഷം കാരണമാണ്. അതുകൊണ്ടാണ് അള്ളാഹു പരിശുദ്ധമായ ഖുർആനിൽ കുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ബിദാലിക ഫല്യഫ്റഹു എന്ന് പറയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ കാരുണ്യം കാരണമായിട്ടും അള്ളാഹിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും കാരുണ്യം ലഭിച്ചാൽ, നല്ലത് കിട്ടിയാൽ അതിന് സന്തോഷിക്കട്ടെ എന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പോൾ ഖുർആൻ സന്തോഷത്തെ ഉയർത്തി കാണിക്കുന്നു, ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നു. അതേസമയത്ത് നിങ്ങൾ ദുഃഖിക്കൂ എന്ന് പറയുന്ന ഒരു പ്രഖ്യാപനം വരുന്നില്ല. എന്തുകൊണ്ട്? ദുഃഖം എന്നത് ഒരു നോർമൽ സ്റ്റേജിൽ നിൽക്കേണ്ട ഒന്നാണ്. സന്തോഷവും നോർമൽ സ്റ്റേജിൽ തന്നെയാണ് ഒരു ഇമോഷൻ എന്ന നിലക്ക് നിലനിൽക്കേണ്ടത്. പക്ഷേ ജീവിതത്തിൽ അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക, അഥവാ ഒരു സാധാരണ ഒരു മനുഷ്യനിൽ നിലനിൽക്കേണ്ടുന്ന നോർമൽ ഇമോഷൻ എന്ന നിലക്ക് സന്തോഷവും ദുഃഖവും വേണം. ദുഃഖിക്കേണ്ട സമയത്ത് നമ്മളൊരാൾ മരണപ്പെട്ടു, അപ്പോൾ നമുക്ക് സങ്കടം വരണം. അപ്പോഴാണ് നമ്മൾ സാധാരണ മനുഷ്യനാവുന്നത്. അപ്പോൾ നോർമൽ സ്റ്റേജിൽ ആ ഇമോഷൻ നിലനിൽക്കണം. പക്ഷെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറയുന്നത് സന്തോഷത്തെക്കുറിച്ചാണ്, ദുഃഖം ഉണ്ടാക്കിയെടുക്കാൻ പറയുന്നില്ല. നബിദിന ആഘോഷവും ഒക്കെ അതുമായി ബന്ധപ്പെട്ട് കടന്നു വരുന്നതാണ്. അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ റഹ്മത്താണ് പ്രവാചകൻ. അതുകൊണ്ട് സന്തോഷിക്കണം. നബിതങ്ങൾ വഫാത്തായതിൽ ദുഃഖമുള്ളവരുണ്ടാവും. പക്ഷെ ആ ദുഃഖത്തെ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പ്രവർത്തിക്കേണ്ടതില്ല, അത് ചെയ്യാൻ പാടില്ല. അത് സ്വമേധയാൽ ഉണ്ടാവുന്നത് അങ്ങനെ ഉണ്ടാകണം. അതേസമയത്ത് നബി വന്നതിലുള്ള സന്തോഷത്തെ ഹൈലൈറ്റ് ചെയ്യണം. അതാണ് നബിദിനം.